WWE ഇഞ്ചുറി വിട്ടൊഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ആസ്കിക്കും ഇഞ്ചുറി ആയിരിക്കുകയാണ്. ആസ്ക് തന്നെയാണ് ഈ ഒരു കാര്യം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് നീ ഇഞ്ചുറിയാണ്, ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസത്തേക്ക് അവർ WWE ഉണ്ടാകില്ലെന്ന്. കൂടാതെ ഒരു പോസ്റ്റ് അവർ നന്ദി പറയുന്നുണ്ട് നമ്മുടെ അക്കൗട്ടക്കായോടും യുഎസ്കായോടും ഒക്കെ, കാരണം അവരെ UK ടൂറിൽ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ആ ഒരു സമയങ്ങളെ അവർ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UK ടൂർ ഒരു വലിയ ടൂറായിരുന്നു. സോ അവിടെ കുറേയധികം സൂപ്പർ സ്റ്റാർസിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഡ്രൂ മക്കിൻഡിയർ പോലുള്ള സൂപ്പർ സ്റ്റാർസിന്. സോ എനിക്ക് തോന്നുന്നു ഓവറായിട്ട് ഈ ഒരു ലൈവ് ഇവൻറ്റ്സൊക്കെ WWEക്ക് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതലായിട്ട് സൂപ്പർ സ്റ്റാർസിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ എനിക്ക് തോന്നുന്നു ലൈവ് ഇവൻറ്റ്സൊക്കെ കുറച്ചാൽ എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണെന്നാണ്. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂൻ ആൻഡ് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൽ ഒരു മാച്ച് കൺഫേം ആയിരിക്കുകയാണ്. ആ ഒരു മാച്ച് നമുക്കറിയാം കോഡ് റോഡ്സും അതുപോലെ തന്നെ ലോഗൻ പോളും തമ്മിലുള്ള മാച്ചാണ്. അതായത് വിന്നർ ടേക്ക് ഓൾ മാച്ച്. ഇങ്ങനെ ഒരു മാച്ച് വന്നാൽ ആര് ജയിക്കുമെന്ന് നിങ്ങളൊന്ന് പറയുക. കോഡ് റോഡ്സിനെ അവർ റസൽമേനിയ ഈ ഒരു തരത്തിൽ വിജയിപ്പിച്ച് വെച്ചിരിക്കുന്നു. അഥവാ കോഡ് റോഡ്സ് ഈ ഒരു US ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ നോക്കുക. അവർ US ചാമ്പ്യൻഷിപ്പ് വിജയിച്ചാൽ അത് നഷ്ടപ്പെടാൻ എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. കാരണം അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, അതുപോലെ US ചാമ്പ്യൻ. അദ്ദേഹത്തെ എന്തായാലും ഈ അടുത്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല WWE പരാജയപ്പെടുത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ കളയുന്നു. സോ 2 ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോഗൻ പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ അല്ലെങ്കിൽ ഈ ഒരു US ചാമ്പ്യൻ വിന്നർ ടേക്കാളി വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരിക്കലുമില്ല. സോ അവിടെ മറ്റൊരു റിസൾട്ടാണ് ഉണ്ടാകാൻ സാധ്യത. എന്തായാലും ഞാൻ വിചാരിക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കറിയാം. അതൊരു എന്താ പറയുക, ഇൻ്റർസെപ്ഷനോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ സോളോ സിക്കോ ഒരു മാച്ചിൻ്റെ ഇടയിൽ കയറി വരും, ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി വരാനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സോളോ സിക്കോയ്ക്കാണ് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്കിൾ ഹൗഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്കിൾ ഹൗഡി റിട്ടേൺ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ആദ്യത്തെ ടീസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സ്മാക്ഡൗൺ അല്ല റോ എപ്പിസോഡിൽ ഡ്രൂ മക്കിൻഡിയറുടെ എൻട്രൻസ് സമയത്ത് ഒരു സ്പോട്ട് ലൈറ്റ് WWE കാണിച്ചിരുന്നു. അവിടെ ഒരു രൂപം നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. സോ ഇതൊരു മറ്റുള്ള തരത്തിലുള്ള ടീസാണ്. ഒന്നെങ്കിൽ അത് അങ്കിൾ ഹൗഡിയാണ്, അല്ലെങ്കിൽ വൈറ്റ് ഫ്രാക്ഷനിൽ ഏതെങ്കിലും ഒരു മെമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയൊരു ടീസാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അത് ടീസായിട്ട് തന്നെ WWE കാണിച്ചത്, കാരണം എടുത്ത് കാണിച്ച ആ ഒരു സ്പോട്ട് ലൈറ്റ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? അങ്കിൾ ഹൗഡിയാണോ അല്ലെങ്കിൽ വൈറ്റ് ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളാണോ? സോ എനിക്ക് തോന്നുന്നു വൈറ്റ് ഫാക്ഷനിൽ ആരെങ്കിലും ആയിരിക്കും തന്നെയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കിങ് ആൻഡ് ക്യൂൻ ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അങ്കിൾ ഹൗഡിയിലെ റിട്ടേൺ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ഫാക്ഷനിലെ ഏതെങ്കിലും മെമ്പറിനെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. വൈറ്റ് ഫാക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എറിക് റോവനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും എറിക് റോവൻ ഉടൻ തന്നെ WWEക്ക് റിട്ടേൺ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വൈറ്റ് ഫാക്ഷൻ്റെ ഒരു ഭാഗമായിരിക്കും എറിക് റോവൻ. എന്തായാലും എറിക് റോവൻ്റെ റിട്ടേൺ ഉടൻ ഉണ്ടാകും. കാരണം അദ്ദേഹം WWEയുടെ പെർഫോമൻസ് സെൻറ്ററിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവിടുത്തെ അതിൻ്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹം ട്രെയിൻ ചെയ്യാനുമാണ് വ്യക്തിയെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ എറിക് റോവൻ എന്താ പറയുക WWEക്ക് തിരിച്ചു വരുന്നു. സോ അതൊരു എപ്പിക് മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം ബ്രേ വൈറ്റ് ഇല്ല, ലുക്ക് ഹാർപ്പർ ഇല്ല. നമുക്കറിയാം ഒരു എന്താ പറയുക, വൈറ്റ് ഫാമിലി ഉണ്ടായിരുന്ന സമയത്ത് ഇവർ 3 പേരുമായിരുന്നു തുടങ്ങാൻ വന്നത്. ബ്രേ വൈറ്റ്, ലുക്ക് ഹാർപ്പർ, അതുപോലെ തന്നെ എറിക് റോവൻ. ഇതിൽ മറ്റവർ 2 പേരും ഇല്ല, എറിക് റോവൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം റോഷോവനൊക്കെ പിന്നെ വന്ന വ്യക്തിയാണ്. സോ അതൊരു എപ്പിക് സ്ക്വാഡായിരുന്നു ആ ഒരു വൈറ്റ് ഫാമിലി എന്ന് പറയുന്നത്. സോ അതിൽ ഒരു മെമ്പറെ ഇപ്പോൾ ലെഫ്റ്റായിട്ടുള്ളൂ. സോ സ്പെഷ്യൽ ഗൈയാണ് എറിക് റോവൻ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്കർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അത് ബുക്കർത്തിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. അതായത് നിങ്ങൾ നമ്മുടെ ജേഡ് ഗാർഗിലിൻ്റെയും അതുപോലെ തന്നെ ബിയാങ്ക ബ്ലെയറിൻ്റെ ടാഗ് ടീമിൻ്റെ മാനേജറായിട്ട് മാറുമോയെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരിക്കലും ഇല്ല എന്നാണ്. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം പുച്ഛത്തോടൊന്നും പറഞ്ഞതല്ല. സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ട്രാവൽ ചെയ്യാനൊന്നും വയ്യ. നമുക്കറിയാം അവർ കുറേയധികം ലൈവ് ഇവൻറ്റ്സ് ചെയ്യും, അല്ലാത്ത കുറേയധികം സംഭവങ്ങൾ ചെയ്യും. സോ ഇതിനെല്ലാം ട്രാവൽ ചെയ്യണം. സോ അദ്ദേഹത്തിന് പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് പ്രായമായി. സോ അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. അതായത് മാനേജറായിട്ടൊന്നും വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, താൻ ആരുടെയും മാനേജറാകാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സോ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു പ്രായത്തിൻ്റെയൊക്കെ സംഭവങ്ങളാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയ റോയൽ റംബിൾ മിക്കവാറും സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അടുത്തെങ്ങും അല്ല, 2026-ലോ 2027-ലോ ഏതെങ്കിലും റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ ഉറപ്പായിട്ടും സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അതിന് ചരട് വഴി തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി എന്താ പറയുക ചെയർമാനൊക്കെ തുർക്കിഷ് അൽ ഷെയ്ഖ്, എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ WWE സംസാരിക്കുകയാണ് 2027-ലോ 2026-ലോ റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ സൗദി അറേബ്യയിൽ വെച്ച് നടത്താൻ. എന്തായാലും നമുക്കറിയാം സൗദി അറേബ്യയുടെ ആ ഒരു മണി കേപ്പബിലിറ്റി എത്രയാണെന്ന്. അവർക്ക് എത്ര വേണമെങ്കിലും ഒരു പൈസ മുടക്കാൻ തയ്യാറാണ്, എന്തിനു വേണ്ടി വേണമെങ്കിലും. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഉടൻ തന്നെ ഒരു റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിൾ സൗദി അറേബ്യ വെച്ച് നടക്കുമെന്ന്.
സോ അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അങ്ങനത്തെ വലിയ ഇവൻറ്റ്സ് കൊണ്ടുവരാനാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ഒരു ക്രൗൺ ജുവൽസിനെ പോലെ ഇവൻറ്റ്സിനെക്കാട്ടി റോയൽ റംബിളും റസൽമേനിയയും കൊണ്ടുവരാൻ അവർ കാത്തിരിക്കുന്നത്. ശരിക്കറിയാം, നമുക്കറിയാം നേരത്തേക്ക് ഇത്ര വലിയ സ്റ്റേഡിയത്തിലൊന്നും മാച്ച് സംഭവമൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് റസൽമേനിയയ്ക്ക് ഇത്ര ഹൈപ്പ് കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. എല്ലായിടത്തും, അതായത് മിക്ക പേപ്പർ വ്യൂവും വലിയ വലിയ സ്റ്റേഡിയങ്ങളിലാണ് നടക്കുന്നത് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ടൂർ ആയതുകൊണ്ട്. സോ റസൽമേനിയയുടെ ഒരു ഹൈപ്പൊക്കെ കുറഞ്ഞു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ആ ഒരു എപ്പിക്, അതായത് 10 വർഷത്തിനിടയ്ക്ക് മാത്രം നമ്മൾ ചിലപ്പോൾ ഡബ്ല്യു കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ ആ ഒരു റസൽമേനിയയുടെ മെയിൻ ഇവൻ്റായിട്ട് കണ്ടത്. സോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരണം റസൽമേനിയ എന്ന് പറയാൻ ഇനി. കാരണം സ്റ്റേഡിയത്തിന് ഇത് വെച്ചൊരിക്കലും നമുക്ക് റസൽമേനിയ ഒരു ഇതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം ഇപ്പോൾ സൗദി അറേബ്യയിലെ സ്റ്റേജ് തന്നെ അറിയാം, വേറെ ലെവലാണ്. ഇപ്പോൾ അല്ലാത്ത പേപ്പർ വ്യൂ നടക്കുന്നത് നമുക്കറിയാം, വേറെ ലെവലാണ്. സോ ഇനി റസൽമേനിയ സ്റ്റേജിനെ അങ്ങനെ അത്ര വലിയ സ്റ്റേജൊന്നും പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റസൽമേനിയ സ്റ്റേജ് അത്ര ഭയങ്കരമൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം സാധാ ഒരു പേപ്പർ വ്യൂ സ്റ്റേജ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ മിക്കവാറും ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും സൗദി അറേബ്യ റസൽമേനിയൊക്കെ ആണെങ്കിൽ ഇതിലും വലിയ സ്റ്റേഡിയത്തിൽ ഇതിലും മികച്ച ഇത് നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഓയിൽ പവർ ഉണ്ട്, ഓയിൽ മണിയാണ്. സോ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.